അതെ, ഇന്ന് 4 മണിക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ വേണം എനിക്ക്. അതായത് പണ്ട് അങ്ങനെ ഉണ്ടായില്ല, ചായ കുടിക്കുന്നൊന്നും ശീലമൊന്നും ഉണ്ടായില്ല കേട്ടാ. ഇപ്പോഴാണ്. അപ്പൊ എന്തുണ്ടാക്കും എന്നുള്ള ഇതായി. എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ആഗ്രഹമാണ് ചായക്കൊപ്പം. അപ്പൊ വറവുകളൊക്കെ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ വീട്ടിലെ തൊട്ട് കടയിലെല്ലാം കിട്ടും ഫ്രഷ് ആയിട്ട്. പക്ഷെ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ ഇന്ന് ആലോചിച്ചു ചക്കട ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ചക്ക ഒരുപാട് വരട്ടി വെക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പൊ ഞാൻ ചക്ക പഴുത്ത് കിട്ടുമ്പോ അപ്പൊ തന്നെ ഞാൻ അത് അങ്ങോട്ട് വേവിച്ച് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. അതിന്റെ ആവശ്യത്തിന് എടുക്കും. എന്നിട്ട് ഇന്ന് എനിക്കിപ്പോ ആഗ്രഹം തോന്നി 4 മണിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേന്ന്. അപ്പൊ ഞാൻ ചക്ക കുറച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ചക്ക ഇട്ടിട്ടൊന്ന് വരട്ടി എടുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടു. എപ്പോഴും ഗോതമ്പ് പൊടിയും അരിപ്പൊടി ഇടാറ്. ഇന്ന് ഞാൻ റാഗിപ്പൊടി ഇരിക്കുക, അത് വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് റാഗിപ്പൊടി ഇട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എനിക്ക് അധികം എന്താ പറയാ തിക്നെസ് ചക്ക കൂടുതൽ വേണം, പൊടി കുറവ് പാടുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാ എന്ന് പറയണേ. അപ്പൊ ഇങ്ങനെ റാഗിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പൊ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഇപ്പൊ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളാണ് കേട്ടോ എനിക്ക് താല്പര്യം കൂടുതൽ കേട്ടാ. പോരായി ഒന്നും കുറച്ചുകൂടി ഇട്ടേട്ടാ. ചക്ക എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം മുന്നോട്ട്. പിന്നെ കിട്ടുന്ന ചക്കയൊക്കെ ഞാൻ വേഗം ചെയ്യുന്നറിയോ, അമ്മച്ചി വെട്ടിത്തരും. അപ്പൊ ഞാൻ അതൊന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ച് സ്റ്റോക്ക് വെക്കും കേട്ടോ. അപ്പൊ എനിക്ക് ഈ വർഷത്തെ ചക്ക ആയാലും അടുത്ത വർഷം വരെ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇത് ഞാൻ കണ്ടെത്തും. അതേപോലെ ഞാൻ സ്റ്റോക്ക് ചെയ്യും കേട്ടോ. അപ്പൊ എന്നാ നിങ്ങളെല്ലാവരും ഇങ്ങനെ അട ഉണ്ടാക്കുന്നു വിചാരിക്കുന്നു. ശരി കേട്ടാ, ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ. അതെ, അങ്ങനെ നമ്മുടെ റാഗി ചക്കട റെഡിയായി കേട്ടോ. കണ്ടോ, റാഗി ചക്കട റെഡിയായി. അതെ, ഞാനിങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴേ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ഞാനിങ്ങനെ പാട്ടൊക്കെ വെക്കൂട്ടാ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പൊട്ട ചിന്തകളൊന്നും കടന്നു വരില്ല. എൻ്റെ മക്കളൊക്കെ ജോലി സ്ഥലത്താണല്ലോ. അപ്പൊ അവര് പറയും, മമ്മി ഈ പാട്ടൊക്കെ വെച്ച് കിച്ചണിൽ ജോലി ചെയ്തോളൂ, അപ്പൊ മമ്മിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതെ, ശരിയാണ് കേട്ടാ. ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷവും മനസ്സിന് ഭയങ്കര ഉഷാറുമാണ് കേട്ടാ. അപ്പൊ എന്നാ ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ റാഗി ചക്കട നമുക്ക് കട്ടൻ കാപ്പി വെച്ചിട്ട് കഴിക്കാട്ടാ. ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ഓക്കേ.